ഫസ്റ്റ് ഏണിങ്സ് എനിക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഇതാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്താലൊന്നും യൂട്യൂബിൽ ഒന്നും ആവില്ല. ഞാനിപ്പോൾ 4 വർഷം ശരിക്കും പരിശ്രമിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഏണിങ്സും കിട്ടും. അതിൽ നിന്നൊരു ഫെയിം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാ കണ്ടൻറ്റും എല്ലാ സംഗതിയുണ്ട്. പക്ഷെ നമ്മൾക്ക് ശരിയായ റൂട്ട് നമുക്കറിയില്ല. ഏത് വഴിയുടെ കണ്ടാണ് ഞാൻ യൂട്യൂബിൽ ഇപ്പോൾ എൻ്റെ ഒരു വീഡിയോ നല്ല ഒരു വീഡിയോ 1,76,000 ആയത് എങ്ങനെയാണ്, ഐഡിയ എങ്ങനെ കിട്ടി എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് കമ്പനിയും കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് എനിക്ക് യൂട്യൂബിൽ നിന്ന് ഫസ്റ്റ് ഏണിങ്സ് കിട്ടിയിരിക്കുകയാണ്. ഇതാ, അത് നിങ്ങളെ കാണിക്കണമല്ലോ. യൂട്യൂബിൽ നിന്ന് ഫസ്റ്റ് ഏണിങ്സ് എനിക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഇതാണ്. അപ്പോൾ ഫസ്റ്റ് ഏണിങ്സ് കിട്ടിയ ആ ഒരു സന്തോഷം ഞാനത് കാണിച്ചതാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് നാളത്തെ ഒരു പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു എമൗണ്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കുറേ ഒന്നുമില്ല കേട്ടോ, നമ്മൾ യൂട്യൂബിൽ നിന്ന് എത്ര കിട്ടി എന്നുള്ളത് പറയരുത് എന്നാണ്. അതായത് എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പല രീതിയിലാണ് കാശ് കിട്ടുന്നത്. ഫസ്റ്റ് പേയ്മെൻറ്റ് കിട്ടുന്നത് $100 നമ്മുടെ അക്കൗണ്ടിലേക്ക് ആകുമ്പോഴാണ് അവർ ബാങ്ക് ഡീറ്റെയിൽസ് ഇതെല്ലാം നമ്മൾ കൊടുക്കേണ്ടതെല്ലാം കൊടുത്തു കഴിഞ്ഞ് പിന്നെ നമ്മൾ 28 ദിവസം വെയിറ്റ് ചെയ്യണം. അപ്പോഴാണ് ആ 28 ദിവസത്തിൻ്റെ ഉള്ളിലാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് അത് കയറുക. അപ്പോൾ ആ 28 ദിവസത്തിൻ്റെ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ വീഡിയോ കുറച്ചുകൂടി ഓടുമല്ലോ. അപ്പം കുറച്ചും കൂടി കയറുന്ന ആ പൈസയും ചേർത്തിട്ടാണ് നമ്മൾ അക്കൗണ്ടിലേക്ക് കയറുന്നത്. അപ്പോൾ ഏകദേശം $100 എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എത്രയുണ്ടാവും എന്നറിയാം, കുറച്ചും കൂടി അത്രയേ ഉള്ളൂ വരുമാനം. ഒരു ചെറിയൊരു മെസ്സേജ് തരാം. മെസ്സേജ് എന്താന്ന് പറഞ്ഞാൽ, യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ സ്ഥിരമായിട്ട് വീഡിയോ ഇടണം. അതിന് പറ്റിയ കണ്ടൻറ്റ് നിങ്ങൾ കണ്ടെത്തിയിട്ട് നിങ്ങൾ ആദ്യം തന്നെ ഒരു 10 വീഡിയോ എങ്കിലും എടുത്തു വെക്കുക. എല്ലാ സെറ്റിങ്സ് എഡിറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്ത് നമുക്ക് വീഡിയോ പ്രീമിയമിൽ ഷെഡ്യൂൾഡ് ചെയ്ത് വെക്കാമല്ലോ. അപ്പോൾ അതുപോലെ എല്ലാ വീഡിയോ അപ്ലോഡാക്കി ഇങ്ങനെ ഷെഡ്യൂളൊക്കെ ചെയ്ത് വെച്ചിട്ട് ആഴ്ചയിൽ മിനിമം 3 വീഡിയോ എങ്കിലും നിങ്ങൾ ഇടണം. ഇപ്പോൾ തിങ്കളിട്ട് ചൊവ്വയിട്ടില്ല, ബുധനിട്ട് വ്യാഴമിട്ടില്ല, വെള്ളി ഇട്ടു, പിന്നെ ശനി ഞായറും നിങ്ങൾ ഫ്രീ ആയിരുന്നു, പിന്നെ അതുപോലെ തിങ്കൾ ബുധൻ വെള്ളി, അങ്ങനെ ആ ക്രമത്തിലെങ്കിലും വീഡിയോ ഇടുക. ഞാനിപ്പോൾ ഇടുന്നത് ആഴ്ചയിൽ 2 വീഡിയോ ആണ് ഞാൻ ഇടുന്നത്, ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയാണ്. അതിൻ്റെ ഇടയിൽ റിമിക്സ് പിന്നെ എന്തെങ്കിലും ഷോർട്സ് ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ അത് 3 ആക്കണം. ഇപ്പോൾ ഞാൻ കണ്ടിന്യൂ ആയിട്ട് ആഴ്ചയിൽ 2 വീഡിയോ ആണ് ഇടുന്നത്. ആഴ്ചയിൽ 3 വീഡിയോ എങ്കിലും ഇടണം. അതിന് നമ്മളൊരു ടൈം ഫിക്സ് ചെയ്യണം. ടൈം നമ്മുടെ YT സ്റ്റുഡിയോയിൽ പോയി നോക്കിയാൽ നമ്മുടെ ഓഡിയൻസ് എപ്പോഴാണ് വാച്ച് ചെയ്യുന്നതെന്നൊക്കെ നോക്കിയാൽ അതിലുണ്ട്. അപ്പം നമ്മൾ എല്ലാ സമയവും ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് ഏത് സമയത്താണ് നമ്മളെ വീഡിയോ ഒരുപാട് ഓടുന്നത് ആ സമയം നമ്മൾ ഫിക്സ് ചെയ്യുക. അപ്പോൾ സമയം ഇപ്പോൾ ഞാനിടുന്നത് ഈവനിങ് 5 o'clock ആണ്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഓരോരോ സമയം ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇടുക. അപ്പോൾ ഒരു വീഡിയോ ഓടിയില്ല, ഒരു 500 ആയിട്ടുള്ളൂ എങ്കിൽ അത് ഓർത്ത് സങ്കടപ്പെടാതെ വീണ്ടും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക. ഇപ്പം നമ്മൾ സീരിയലൊക്കെ കാണുന്നില്ല, ഒരു സീരിയൽ തുടങ്ങുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും തിങ്കൾ തൊട്ട് വെള്ളി വരെ ഇല്ലെങ്കിൽ തിങ്കൾ തൊട്ട് ശനി വരെ ആ സീരിയൽ ടൈം കറക്റ്റായിരിക്കും, ദിവസം കറക്റ്റ്, ഏതെങ്കിലും ഒരു ദിവസം അവരിടാതിരിക്കുന്നുണ്ടോ. അതുപോലെ നമ്മൾ ടൈം സെറ്റ് ചെയ്ത് എല്ലാ ദിവസത്തേക്കുള്ള വീഡിയോ ഇടണമെങ്കിൽ അതിനാണ്. ഇപ്പോൾ കുക്കിംഗ് ആണെങ്കിൽ വെറൈറ്റി കുക്കിംഗ്, വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്താലൊന്നും യൂട്യൂബിൽ ഒന്നും ആവില്ല. ഞാനിപ്പോൾ 4 വർഷം ഇതിൻ്റെ പുറകിൽ കളിച്ചിട്ട് ഇപ്പോഴാണ് എനിക്ക് അത് ഒന്ന് ചെറുതായിട്ടെങ്കിലും ഒരു അനക്കം വെച്ചത്. ഇപ്പോൾ വീഡിയോ എൻ്റെ ലക്ഷ്മി പൂജയുടെ വീഡിയോ 1,76,000 പേര് കണ്ടു. ആ വീഡിയോ ഇപ്പോഴും ചെറുതായിട്ട് ഓടുന്നുണ്ട്. അതിൻ്റെ കൂടെ ചില വീഡിയോ 10K അങ്ങനെ ഓരോന്ന് ഓടുന്നുണ്ട്. അപ്പോൾ യൂട്യൂബിൽ വരുമാനം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേ വരുമാനമല്ല. അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടിന്യൂ ആയിട്ട് ഇതിൻ്റെ പുറകിൽ നമ്മൾ ശരിക്കും പരിശ്രമിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഏണിങ്സും കിട്ടും. അതിൽ നിന്നൊരു ഫെയിം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ചെറുതായിട്ടൊരു അനക്കം വന്നിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഏണിങ്സ് കിട്ടി, ഇനി നമുക്ക് ആയിരിക്കാം. നമ്മൾ വീഡിയോ ഒക്കെ നല്ല രീതിയിൽ ഓടുകയാണെങ്കിൽ നമുക്ക് കിട്ടും. നല്ല വീഡിയോ ഒക്കെ ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഇട്ട റിപ്പബ്ലിക് ഡേ വീഡിയോ ഓടിയിട്ടില്ല. അപ്പോൾ നല്ല കണ്ടൻറ്റ് തിരഞ്ഞെടുത്ത് നല്ലതിടണം. എന്തിട്ടാലും കാണുന്ന ഓഡിയൻസ്
എനിക്കായിട്ടില്ല. അപ്പോൾ നല്ല വീഡിയോ ഒക്കെ കാണുന്നവരുണ്ട്, അല്ലാത്ത വീഡിയോ ഒന്നും ആരും കാണില്ല. അതുകൊണ്ട് വീഡിയോ കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ ഇടുക, ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടും. അപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം. എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ഞാൻ ഈ സമയത്ത് പറയുകയാണ്. കാരണം യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് കിട്ടിയ ഒരു വിവരം നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമല്ലോ. അപ്പോൾ ഒരുപാട് നാളത്തെ ഒരു പരിശ്രമത്തിൻ്റെ ഒരു ഇത് കിട്ടിയിരിക്കുകയാണ്. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ 4 വർഷമായിട്ട് യൂട്യൂബിൽ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കൂടുതൽ അറിവൊന്നും ഇല്ലായിരുന്നു. ചില ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റി. എനിക്ക് തമ്പനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതൊക്കെ ഞാൻ പഠിച്ചു. അങ്ങനെ അതൊക്കെ ഞാൻ ഇപ്പം നമ്മൾ ഒരുപാട് പേരുടെ വീഡിയോ ഒക്കെ കാണുന്നുണ്ടല്ലോ. അപ്പം ഇങ്ങനെ നമ്മൾ ഓരോ എങ്ങനെയാണ് എന്താണ് ചെയ്യേണ്ടത്, എനിക്ക് എൻ്റെ റൂട്ട്, നമ്മളെ കയ്യിൽ എല്ലാ കണ്ടൻറ്റും എല്ലാ സംഗതിയുണ്ട്. പക്ഷെ നമ്മൾക്ക് ശരിയായ റൂട്ട് നമുക്കറിയില്ല, ഏത് വഴിയാണ് നമ്മൾ പോകേണ്ടതെന്ന് അറിയില്ല. ഒരു ഗൈഡിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു തരും നമുക്ക് ഈ വഴി ഇങ്ങോട്ട് പോകണ്ട, ഇതിലേ പോകുമെന്ന് പറഞ്ഞു തരാൻ ഒരാൾ വേണം. അപ്പോൾ അങ്ങനെ എനിക്കൊരാളെ കിട്ടി. അപ്പം ആ വിവരത്തിലാണ് ഞാൻ എൻ്റെ ഇപ്പോൾ യൂട്യൂബിൻ്റെ റൂട്ട് ഞാൻ നിശ്ചയിച്ചിരിക്കുന്നത് അതിലൂടെയാണ്. അപ്പം ഞാൻ ആരുടെ വീഡിയോ കണ്ടാണ്, എനിക്ക് ആരാണ് കറക്റ്റായ വഴി പറഞ്ഞു തന്നെ, ആരുടെ വീഡിയോ കണ്ടാണ് ഞാൻ യൂട്യൂബിൽ ഇപ്പോൾ എൻ്റെ ഒരു വീഡിയോ നല്ല ഒരു വീഡിയോ 1,76,000 ആയത് എങ്ങനെയാണ്, ഐഡിയ എങ്ങനെ കിട്ടി എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ അടുത്ത വീഡിയോയിലാണ് പറയുന്നത്. അപ്പം മറക്കാതെ അടുത്ത വീഡിയോ കണ്ടാൽ ഞാൻ ആ ഡീറ്റെയിൽസ് കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വാച്ച് ചെയ്തതിന് ഒരുപാട് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ കാണുന്നവർ മറക്കാതെ നെക്സ്റ്റ് വീഡിയോ കാണണം കേട്ടോ. ഓക്കെ, ബൈ.